വേദിയിലിരിക്കുന്ന ശ്രീ ടി കെ ഹുസൈൻ, ചെയർമാൻ, നാഷണൽ സെമിനാർ ഓൺ മോൺസി ആൻഡ് ഡ്യൂബിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡോക്ടർ സി പി ഷാഹിദ് റംജാൻ, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ കെ കെ സൽമാൻ, സദസ്സിലിരിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്ന ബഹുമാന്യരെ, കോഴിക്കോട് എനിക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലമൊന്നുമില്ല. 30 വർഷം മുമ്പ് ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ധാരാളം ചടങ്ങുകൾ അന്ന് ഞാനിവിടെ വന്ന് അതിനകത്ത് പങ്കെടുത്തു. AK ആൻ്റണി സാർ ചീഫ് മിനിസ്റ്ററായിരുന്നു അന്ന്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഫങ്ഷനുകളിൽ ഞാനവിടെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. വിരംബർ കുമാർ സാറിൻ്റെ ഫോട്ടോ കാണുന്നു. വിരംബർ കുമാർ സാറിൻ്റെ പ്രസംഗങ്ങൾ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഗാനമേള വരയിലെ മ്യൂസിക് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ശ്രീ മുഹമ്മദ് റഫി സാറിൻ്റെ സ്മരണത്തിൻ്റെ പേരിൽ ഇവിടെ എത്രയോ ഗാനമേള ഇവിടെ നടന്നിട്ടുണ്ട്. അതിനകത്തും ഞാൻ വന്നിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. കോഴിക്കോടിലേക്ക് വരുമ്പോൾ പഴയ ഒത്തിരി കാര്യങ്ങൾ എങ്ങനെ ഓർമ്മിച്ചിട്ട് പോകുന്നു. ഇവിടെ മുഹമ്മദ് റഫി സാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. എത്ര ആൾ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ പടത്തിൻ്റെ ഏർപ്പാടിനെ സംബന്ധിച്ച് മുഹമ്മദ് റഫിയും സാറും പിന്നെ ലതാ മങ്കേഷ്കർ മാഡവും തമ്മിൽ ഒരു ചെറിയ പ്രശ്നവും ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ആളുകൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അതായത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പൈസ കൂടുതൽ വേണ്ട, നമ്മൾ ദൈവം കൊടുത്ത നമ്മൾ ചെയ്ത് പണിക്ക് വേണ്ടി ദൈവം ചെയ്ത ന്യായമായ പൈസ ഞങ്ങൾക്ക് മതി, കൂടുതൽ പൈസ സമ്പാദിക്കാൻ ആർത്തി വേണ്ട, അങ്ങനെ വിചാരിക്കാനുള്ള ആളായിരുന്നു ശ്രീ മുഹമ്മദ് റഫി. സംഭവം എന്ന് പറയുന്നത്, റോയൽറ്റി അന്ന് ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തിൽ കൊണ്ടുവന്നത് ലതാ മങ്കേഷ്കറാണ്. അതിന് തെറ്റൊന്നുമില്ല. ഇവിടെ കേരളത്തിലും യേശുദാസ് സാറും അതിനു വേണ്ടിയും ഒരുപാട് ശ്രമം നടത്തുന്നു. ലതാ മങ്കേഷ്കർ പറഞ്ഞു, നമ്മൾ പാടുന്ന പാട്ടിന് വേണ്ടി പ്രൊഡ്യൂസർ ഒരു തുക പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പാട്ട് ഹിറ്റായാൽ, അതിന് അന്ന് നമ്മുടെ ഡിസ്ക് ഉണ്ടായിരുന്നു, റെക്കോർഡുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പാട്ട് ഹിറ്റായാൽ കൂടുതൽ റെക്കോർഡിൻ്റെ നമ്മുടെ വിൽപ്പന ഉണ്ടാവും. ആ വിൽപ്പന നിന്ന് ഉണ്ടാവുന്ന പ്രോഫിറ്റും പാടുന്ന സിംഗർക്ക് കിട്ടണമെന്ന് ലതാ മങ്കേഷ്കർ പറഞ്ഞു. അതിൻ്റെ പേരാണ് റോയൽറ്റി. അപ്പം മുഹമ്മദ് റഫി പറഞ്ഞു, ഈ പ്രൊഡ്യൂസർ നമ്മളോട് ഒരു പ്രാവശ്യം പൈസ കൊടുത്തല്ലോ, നമ്മുടെ കാര്യം അവിടെ കഴിഞ്ഞു. പിന്നെ എന്തിനെ എത്ര റെക്കോർഡ് വിട്ടു, പിന്നെ അത് നമ്മൾ മാത്രം പാടിയ കാരണം കൊണ്ട് അല്ലല്ലോ ആ റെക്കോർഡ് ഫേമസ് ആവുന്നത്. അത് ആരോ എഴുതിയിട്ടുണ്ട്, അത് ആരോ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും പൈസ കിട്ടണം. ലതാ മങ്കേഷ്കർ പറഞ്ഞു, അത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് കൂടെ പാടാൻ എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. 3 വർഷം അവർ ഒരുമിച്ച് പാടിയിട്ടില്ല, 1960 മുതൽ 1963 വരെ. പറയാൻ മറന്നത്, ഇങ്ങനെയും ഒരു കാലം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തിലും ഉണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് ഇപ്പോൾ എനിക്ക് ഈ വർഷം 40 വർഷം കഴിഞ്ഞു കേരളത്തിൽ. ഐ ഹാവ് കംപ്ലീറ്റഡ് 40 years. 86 വന്നത്. ദിസ് ഈസ് 2026. ഇവിടെ അന്ന് വന്ന മുതൽ ഈ തട്ടിപ്പ്, ഈ ഫ്രോഡ്, ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഫ്രോഡുകൾ, നമ്മുടെ ഈ ചെറിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോൺ ബാങ്കിങ് ഫൈനാൻസ് ചിറ്റ് ഫണ്ട് കമ്പനികൾ,
ഈ തട്ടിപ്പ് ഞാനിപ്പോൾ കണ്ടിട്ട് എനിക്ക് തന്നെ 40 വർഷമായി. അതിന് മുമ്പും നിങ്ങളൊക്കെ അതിന് മുമ്പ് നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താണ് ഇതിന് കാരണം? ആദ്യത്തെ നമ്മുടെ ഫ്രോഡുകൾ ഏതാണ് വലിയ ഫ്രോഡുകൾ നടന്നത്? ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ അടുത്ത കാലത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനുണ്ടായ ഫ്രോഡുകൾ മാത്രം നോക്കുകയാണെങ്കിൽ PACL, അതായത് പേൾ ഗ്രൂപ്പിൻ്റെ ഒരു തട്ടിപ്പ് നമ്മൾ കണ്ടു. 50,000 കോടി രൂപയുടെ, അതായത് ലാൻഡ് പ്ലോട്ട്, നിങ്ങൾ പൈസ തരൂ, ഞങ്ങൾ തങ്ങളെ വെറുതെ ഒരു ലാൻഡ് പ്ലോട്ട് തരാം, അതിൻ്റെ പേരുണ്ട്. 5 കോടി ആളുകളെ പറ്റിച്ചു. പിന്നാണ് റോസ് വാലി ഫ്രോഡ്. 15,000 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു ഫേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ. പിന്നെ ശ്രദ്ധ ഫ്രോഡ്, കൊൽക്കത്ത, $10 ബില്യൺ ഫ്രോഡ് ആണെന്നാണ് പറയുന്നത്. $10 ബില്യൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പൊട്ടാറ്റോ ബോണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത, ഒരു ഗുണമില്ലാത്ത നാട്ടുകാരെ തട്ടിപ്പിക്കുന്ന രീതിയിൽ ബോണ്ടൊക്കെ ഇറക്കി 10 ലക്ഷം രൂപ ഇവന്മാരൊക്കെ വാങ്ങി. ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആ പോയ പൈസ ആർക്കും തിരിച്ച് കിട്ടിയിട്ടുമില്ല. ബാങ്കിങ് ഫ്രോഡിലെ ഒരു കാര്യം ഓഫീസറായിട്ട് എനിക്ക് പറയാം, പോയ പൈസ തിരിച്ച് കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ആ ഫ്രോഡ് നടത്തിയ ആളിന്, പിന്നെ ഞങ്ങൾക്ക് അടുത്ത ആളുകൾ വന്ന് പറയുന്നു, സാർ ഇയാളെ അറസ്റ്റ് ചെയ്യണം. ആദ്യത്തെ ആളുകൾ വന്ന് പറയുന്നത്, സാർ ആ പൈസ തിരിച്ച് വാങ്ങിത്തരണം. പൈസ അവർ തരവില്ല. അപ്പോൾ അവർ പറയും, കുറച്ച് കഴിഞ്ഞിട്ട് ആൾ പറയും, ശരി ഇയാളെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ഒരു ബാങ്കിങ് ഫ്രോഡിലെ ഏറ്റവും ഈസിയായ ഒരു നടപടിയാണ്. ആ ഫ്രോഡ് ചെയ്ത ആൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്താൽ 2 ദിവസത്തിൽ ജാമ്യം കിട്ടും. ഇതൊരു കൊലപാതകം കേസൊന്നുമില്ല. അപ്പോൾ ഈ കാലത്തിന് വേണ്ടി ജയിലും പോയി. ഇനിയും ഞാൻ ഏതായാലും ആരോടും ഒരു പക്ഷെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും ഞാൻ ആരെയും പൈസ തരുവില്ല. ആർക്കും പൈസ കിട്ടിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കും പൈസ കിട്ടിയിട്ടില്ല. പിന്നെ കേരളത്തിൽ നടന്ന വലിയ ഫ്രോഡുകൾ ഒരു 3 ഫ്രോഡിൻ്റെ പേര് നമ്മൾ നോക്കാം. ഒന്ന് ഹൈ റീച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സ്കാം. 3000 കോടി രൂപയുടെ നമ്മുടെ ഈ അടുത്ത കാലത്തിന് കണ്ടു. 1.5 ലക്ഷം ആളുകളിൽ നിന്ന് ചെയിൻ മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ എത്രയോ പൈസ തട്ടിയെടുത്തു, എല്ലാം പോയി. പിന്നെയാണ് അനന്തകൃഷ്ണ CSR സ്കാം, 2000 കോടി രൂപയുടെ. പുതിയ എന്തോ ആർക്കും മനസ്സിലാകാത്ത നാഷണൽ NGO കോൺഫെഡറേഷൻ നിന്ന് CSR നിന്ന് കിട്ടിയ പണമാണ് പറഞ്ഞിട്ട് നാട്ടുകാരെ കബളിപ്പിച്ചിട്ട് 2000 കോടി രൂപ കൊണ്ടുപോയി. 3-മത്തെ ആയിരുന്നു 2 വീലേഴ്സ് ഫോർ ഹാഫ് പ്രൈസ്. ഒരു തമാശ പോലെയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ. ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ നാട്ടുകാരത്തിന് പൈസ കൊടുക്കാനുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ പോപ്പുലർ ഫൈനാൻസ് 1000 കോടി രൂപയുടെ ഫ്രണ്ട് ഹവാല വഴി ഒരു ഫൈനാൻഷ്യൽ കമ്പനി ഉണ്ടാക്കി ഹവാല വഴി നാട്ടുകാരെ തട്ടിപ്പ് നടത്തു. ഒരു ഫാമിലി ആയിരുന്നു, എല്ലാം ജയിലിലാണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ ജയിൽ DGP ആണ്. അതിൽ ഏതോ ഒരു 2 പെൺകുട്ടികൾ ഓസ്ട്രേലിയയിൽ ഡോക്ടർ പഠിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു. പോലീസ് അന്ന് പോയി പിടിച്ചാണ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. ഭയങ്കര കരച്ചിൽ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നേ പറ്റൂ. ആ പെൺകുട്ടികളിൽ ഒന്നും അറിയില്ലായിരിക്കാം. അവരുടെ അമ്മ അച്ഛനൊക്കെ ആണെന്ന് ഒരു ബിസിനസ് ഫാമിലിയാണ്. കാരണം എന്താണ് ഇതിൻ്റെ? ഒന്നാമത്തെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, മലയാളികൾക്ക് 24 മണിക്കൂറിൽ കോടീശ്വരൻ ആവണം, പെട്ടെന്ന് ഒന്നും ചെയ്യാതെ. ഞാൻ കൊടുത്ത കുറച്ച് പണം കൊണ്ട് എനിക്ക് ഇരട്ടായിട്ട് ഡബിളായിട്ട് 4 തവണ കൂടുതൽ പൈസ ആയിട്ട് എനിക്ക് കിട്ടണം. ആ ആരത്തി 40 വർഷം മുമ്പ് ഞാൻ കണ്ടു. ഇപ്പോൾ അത് ചിലപ്പോൾ കൂടി വരികയാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ നമ്മളെ ഏത് പോലീസൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം, നമുക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല. രണ്ടാമത്തത് ഹേർഡ് മെൻറ്റാലിറ്റി.
ഈ ലിറ്ററസി നമ്മൾ 100% നമ്മുടെ സാക്ഷരമാണെന്ന് പറഞ്ഞത് ഇപ്പോൾ കേട്ട് ഞാനിപ്പം മടുത്തിരിക്കുകയാണ്. ഒരു ഗുണമില്ല. There is, in my view, എഡ്യൂക്കേഷണൽ ലിറ്ററസി 100% ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ചിലപ്പോൾ ബീഹാർ, UP, രാജസ്ഥാൻ പോലെ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം 50,000 ഓൺലൈൻ കംപ്ലയിൻറ്റ്സ് കേരള പോലീസിലെ ഈ ഫൈനാൻഷ്യൽ തട്ടിപ്പിനെ സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 50,000 സൈബർ ക്രൈം ഓൺലൈൻ, 20,000 FIR ആയിട്ട് കേസുകൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് കേരള പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കാമായിരുന്നു. ഇല്ല. അപ്പോൾ അറിയില്ലായ്മ അല്ല, നമുക്ക് എല്ലാം അറിയാം. പക്ഷെ കുറച്ച് പൈസ നമ്മൾ ബ്ലാക്ക് മണി കുറച്ച് ബ്ലാക്ക് മണി നമ്മുടെ കയ്യിലുണ്ട്. ആ പണം നമ്മൾ കൊടുത്തിട്ട് നോക്കാം, ചിലപ്പോൾ ഇരട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ആണ് നമ്മുടെ മനസ്സിലുള്ളത്. ചില ആളുകൾക്ക് എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ ഭാര്യനോടൊക്കെ. ഒരു ജോലിക്കാരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിട്ട് ഫണ്ട് എടുക്കാത്തത്. ഇങ്ങനെയുള്ള ഏർപ്പാടിന് വേണ്ടി ഒരാളെ ഇതുവരെ ചെയ്യാതെ ഞാൻ കണ്ടിട്ടില്ല. എവ്രി വൺ ഈസ് ഗിവിങ് സം മണി, ഇൻക്ലൂഡിങ് അവർ ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സ്. നമ്മുടെ കാര്യം പിന്നെ. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പൈസ കിട്ടുമോ? കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്, കിട്ടുമായിരിക്കും. അവർ അന്വേഷിക്കുന്നുമില്ല, അവരെങ്ങനെ പൈസ കൊടുത്തു കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോയി ചോദിക്കുമ്പോൾ പറയും പൈസ ഇല്ല, കുറച്ച് 1-2 മാസം ശേഷം വന്നാൽ മതി. അവർക്ക് പൈസ തിരിച്ച് കിട്ടേണ്ട മെയ്ഡ് സെർവൻറ്റ് നമ്മുടെ ഡൊമസ്റ്റിക് ഹെൽപ്പ് പറയുന്നില്ല, എന്നിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 3, ഫാൾസ് ക്രെഡിറ്റബിലിറ്റി. ഫാൾസ് ക്രെഡിറ്റബിലിറ്റിൻ്റെ പിന്നെയാണ് അവർ ഈ തട്ടിപ്പ് ചെയ്യാനുള്ള കമ്പനികൾ, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോഷ്യൽ മീഡിയ വഴി ഫേക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഒരു കമ്പനിയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ചില 1-2 ഇൻഫ്ലുവൻസേഴ്സ് വിളിച്ചിട്ട് അതിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമായിട്ട് നമ്മുടെ മുമ്പിൽ പറയും. നമ്മൾ വായിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ വേറെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. കമ്പനി തുടങ്ങുമ്പോൾ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ പ്രശസ്തനായ ആളുകൾ അവർക്ക് വേണ്ടി എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നു, അത് വലിയ തെറ്റാണ്. അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. മിക്കവാറും എല്ലാ കമ്പനിന് നമ്മുടെ അങ്ങനെ ഒരു പ്രശസ്തനായ ഏതോ ഒരു ആൾ അത് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെയാണ് നമ്മുടെ ബാക്ക് ഡേറ്റിൽ നിന്ന് അവർ ഫോട്ടോകൾ കാണിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇയാൾ കമ്പനി തുടങ്ങുമ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? ആ സമയത്തിൽ ഒരു വലിയ ആൾ വന്നിട്ട് ഇയാളത് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാളെ എന്താ തെറ്റ്? ഇയാളൊക്കെ എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു, കമ്പനി തുടങ്ങി, അവർ പോയി, ഫങ്ഷൻ കഴിഞ്ഞു. അതിൻ്റെ 1 വർഷം ശേഷമാണ് കമ്പനിക്കാർ തട്ടിപ്പ് നടക്കാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ഈ എൻഡോഴ്സ്മെൻറ്റ് ചെയ്തുള്ള ആളുകളുടെ പേരാണ് ഇവന്മാർ FIRൽ എഴുതുന്നത്. അത് ശരിയല്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ്. സിനിമ ആക്ടേഴ്സ്, നമ്മുടെ പൊളിറ്റീഷ്യൻസ്, ഒരു MLA അടുത്ത് ഒരു കമ്പനി ഉദ്ഘാടനമുണ്ട് സാറിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഒരു MLA നോ പറയാൻ പറ്റുമോ? 2 വർഷം ശേഷം ഇയാൾ നമ്മുടെ മനംപൂർവ്വം ആളുകളെ ചിലപ്പോൾ തട്ടിപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ MLAയോ ഇല്ലെങ്കിൽ സിനിമ ആയിട്ട് എങ്ങനെ അതിന് ഉത്തരവാദിയാവുക? ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ നിയമം അങ്ങനെയില്ല. അവരെല്ലാം ചിലപ്പോൾ നമ്മൾ മുൻകൂട്ടി ജാമ്യം എടുക്കാനുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ബട്ട് നെവർതിലെസ് എൻഡോഴ്സ്മെൻറ്റ് ഫ്രോം ഫേമസ് പീപ്പിൾ ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺസ്. ഈ തട്ടിപ്പ് കൂടാനുള്ള ഒരു കാരണം തന്നെയാണ്. ഈ പാവപ്പെട്ടയാളെ വിചാരിക്കും, ഓഹോ അദ്ദേഹമല്ല ഉദ്ഘാടനം ചെയ്തത്, അത് കമ്പനി നല്ലതായിരിക്കും. അടുത്തത് ഗ്രീഡ്, ആർത്തി, കൂടുതൽ വലിയ റിട്ടേൺസിന് വേണ്ടിയിട്ടുള്ള
ആ ആർത്തിയാണ് നമ്മുടെ എല്ലാത്തിനും ഒരു പ്രശ്നമുണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്, ഡിലേഡ് കംപ്ലൈൻറ്റ്. ഒരു സമയത്തിലും ഫ്രോഡ് ഇങ്ങനെ നടന്നു എന്ന് ഇരിക്കട്ടെ, അപ്പോൾ വക്കീലുമായി സംസാരിച്ചിട്ട് കുടുംബ അംഗങ്ങളുമായൊക്കെ സംസാരിച്ചിട്ട് അവരൊക്കെ പോലീസിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കണ്ടത് 1 മാസം 2 മാസം 6 മാസം ശേഷമാണ്. അവരുടെ ശ്രമങ്ങളും അവർ നടത്തി കഴിഞ്ഞു, പൈസ തിരിച്ച് കിട്ടിയില്ല. ഒന്നും നിവൃത്തിയില്ലാതെ കൊണ്ടാണ് പോലീസ് അടുത്ത് വരിക. പോലീസ് അടുത്ത് വന്നിട്ട് 2 മാസം ശേഷം വന്നാൽ ആ പൈസ എവിടെയൊക്കെ പോവും? ഇതിനകത്ത് പോലീസ് നിന്ന് ഞങ്ങൾക്ക് തങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചാലേ മതിയാവും. ഇപ്പോൾ ഏറ്റവും വലിയ ലോൺ തട്ടിപ്പിൻ്റെ ഒരേ കാരണം പറഞ്ഞാൽ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഏതാണെന്ന്? ഇപ്പോൾ മൊബൈൽ ഫോണിൽ ലോൺ വാങ്ങാനുള്ള ഒത്തിരി ആപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തിൽ പോലീസുകാർ ഒരു പയ്യനെ പിടിച്ചു കൊണ്ടുവന്നു. പയ്യൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്ക് 1 മണിക്കൂർ ഗെയിം കളിക്കാൻ വേണ്ടി ഫോൺ തരുമോ? അച്ഛൻ ഫോൺ തന്നു. ഇയാൾ 30 മിനിറ്റിൽ ഈ ഓൺലൈൻ ബാങ്ക് ഏജ് ഐ അണ്ടർസ്റ്റാൻഡ് 50,000 രൂപ വരെ അവർക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള അവകാശമുണ്ടെന്ന് തോന്നുന്നു. 50,000 രൂപയുടെ 4-5 ലോൺ ഇയാൾ പൈസ എടുത്ത് ചെലവാക്കുകയും ചെയ്തു. ഒരു 3-4 ലക്ഷം രൂപ. ഫോൺ പുള്ളി ഇതെല്ലാം ചെയ്തിട്ട് ഫോൺ അപ്ലൈ ചെയ്തിട്ട് ഒരു അഡ്രസ്സ് തന്നു, അവിടെ പൈസ ആക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് ഫോൺ തിരിച്ച് തന്നു. അച്ഛൻ, ഈ പാവ അച്ഛനാണ് തിരിച്ച് പൈസ വാങ്ങാനുള്ള ഇൻഫോർമേഷൻ പിന്നെ പറഞ്ഞത്, നിങ്ങൾ എത്രയും ലോൺ എടുത്തല്ലോ. കാരണം ഫോൺ നമ്പർ അച്ഛൻ്റെ പേരിലായതുകൊണ്ട് എല്ലാം ട്രാൻസാക്ഷൻ അച്ഛനോടല്ലേ വരിക. നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഓൺലൈൻ സോഫ്റ്റ്വെയറിൽ നിന്ന് 4 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ദിവസത്തിൽ. അന്ന് അച്ഛൻ ഓർക്കുമ്പോൾ മനസ്സിലായി മകനെ ഫോൺ കൊടുത്തായിരുന്നു. ആ അച്ഛനെ ആ പൈസ എല്ലാം തരേണ്ടി വന്നു. പുള്ളി ആ പൈസ എടുത്തിട്ട് ഗെയിം ഓൺലൈൻ റമ്മിയൊക്കെ കളിച്ചു, എല്ലാ പൈസ പോയി. അങ്ങനെ ഗെയിം കളിച്ചിട്ട് റമ്മി കളിച്ചിട്ട് കഴിഞ്ഞ 2 വർഷത്തിന് 5 കുട്ടികൾ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഓർമ്മ വേണം. അച്ഛന്മാരുടെ ശ്രദ്ധിക്കാനുള്ള സമയം കഴിഞ്ഞു. നിങ്ങളുടെ ഫോണ് നിങ്ങൾ കുട്ടിയെ കൊടുത്തിട്ട് കുട്ടി എന്തൊക്കെ ചെയ്യുന്നു? കാരണം ഫോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിലും തിരിച്ച് അതിൻ്റെ നടപടികളൊക്കെ വരുമല്ലോ. യെസ്, യു ഹാവ് അപ്ലൈഡ് ഫോർ ദിസ് ഫോൺ, വി വിൽ ബി ഗിവിങ് യു, വി ആർ പ്രോസസ്സിങ്. അതും പോലെ അച്ഛന്മാർ തിരിച്ച് ഫോൺ എടുക്കുമ്പോൾ നോക്കുന്നില്ല. ഓൺലൈനിൻ്റെ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ലോൺ ഓൺലൈനിലുള്ള ഒരു പദ്ധതിയുടെ നമ്മൾ നോക്കിയില്ലെങ്കിൽ മുഴുവൻ കേരളം നശിപ്പിക്കാൻ പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ദിസ് ഈസ് ദ മോസ്റ്റ് സീരിയസ് തിങ് ഹാപ്പനിങ്. ഇത് ലഹരി വസ്തുക്കളേക്കാൾ കൂടുതൽ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ ഡിജിറ്റൽ ലെൻഡിങ് സോഫ്റ്റ്വെയറിൽ അത് RBI പെർമിഷൻ എടുത്ത ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ മിക്കവാറും ആ സോഫ്റ്റ്വെയർ RBIയുമായി ഒന്നും അവരുടെ പേര് പോലും ഇല്ല. അവർ വളരെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ തരുന്നു. ഹിഡൻ കോസ്റ്റ് അവർ കാണിക്കുന്നേ ഇല്ല. ലെൻഡിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ അവർ കറക്റ്റായിട്ട് പറയുന്നുമില്ല. ഒരു ട്രാൻസ്പെറൻസിയും ഇല്ല. അവരുടെ വേറെ ഒരു ബാങ്കോ NBFC വേറെ എന്തെങ്കിലും NBFC പാർട്ട്ണർ ഇല്ല. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ തെറ്റായ, അതായത് അനധികൃതമായ സോഫ്റ്റ്വെയർ ഈ നമ്മുടെ ഡിജിറ്റൽ ലെൻഡിങ് സോഫ്റ്റ്വെയർസ് ആർ വർക്കിംഗ് ഇൻ കേരള. ആൻഡ് കുട്ടികൾ, വേറെ ആളുകൾ, ഇപ്പോൾ വേറെ ഒരു തട്ടിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന്, ഇവിടെ ലോൺ കൊടുക്കുമ്പോൾ ഇത് എത്രത്തോളം ശരിയാണോ എന്ന് അറിയില്ല. ഈ കടലിലേക്ക് പോകുന്ന ആളുകൾ രാവിലെ ആരെ കൊണ്ട് 1000 രൂപ ലോൺ ചോദിക്കും. ഹാവ് യു ഹേർഡ് ഇറ്റ്?
അപ്പോൾ ഇത് മൊത്തം കേരളത്തിൽ നടക്കുന്ന പരിപാടി 1000 രൂപ തരും, 900 രൂപയെ തരുള്ളൂ. 900 rupees വിൽ ബി ഗിവൻ. പിന്നെ വൈകുന്നേരം അവർക്ക് 1000 രൂപ തിരിച്ച് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഇയാൾ 10000 രൂപ കൊണ്ട് 10000 രൂപ ഇയാൾക്ക് 10 പ്രാവശ്യം കുറിച്ചിട്ട് ഇയാൾ പൈസ കൊടുക്കുന്നത് 11 ആളുകളൊക്കെയാണ്. പൈസ അതേ കറക്റ്റ് ഇയാളുടെ 11,000 രൂപ വൈകുന്നേരം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. ഇത് എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എവരിബഡി ഈസ് ബോറോയിങ് മണി ഇൻ ദ മോർണിംഗ്, 100 rupees ലെസ്, അതായത് നമ്മൾ 10% ലെസ്, 1000 ആയാലും 10000 ആയാലും 10 ലക്ഷം ആയാലും. ബട്ട് ഇൻ ദ ഈവനിങ് യു ഹാവ് ടു പേ ദ സെയിം എമൗണ്ട്. ഇതൊക്കെയുള്ള തട്ടിപ്പുകളൊക്കെ തുടങ്ങിയതൊക്കെ എന്നോട് പറയുന്നത് എൻ്റെ ഡ്രൈവറും എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് പറയുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത് ഇതാണ്. ഇത് എങ്ങനെ പോലീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പോലീസ് പറയുന്നത് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അത് പറഞ്ഞാൽ നമ്മൾ ഇത് അവസാനിപ്പിക്കാം. 1, മൊബൈൽ ഫോണിൽ ലോണിനെ സംബന്ധിച്ച് ഒരു ഏർപ്പാട് ഒരു ബാങ്കും ചെയ്യില്ല. ഈ കാര്യം നിങ്ങൾക്ക് നാട്ടുകാരോട് എത്ര നല്ല രീതിയിൽ പറയാൻ പറ്റുകയാണെങ്കിൽ അത് പറയിപ്പിക്കുക. RBIക്കാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ചാനലിലും RBIയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ RBI മാത്രം പോരാ, അമിതാഭ് ബച്ചൻ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലോക്കൽ ഭാഷയിൽ മലയാളികൾക്ക് ഒരു മലയാളം രീതിയിൽ ഒരു കൊലാക്വൽ രീതിയിൽ പറഞ്ഞാലേ അത് അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ചില അഡ്വർടൈസ്മെൻറ്റ് നടത്തണം. ദെയർ ഷാൽ നെവർ ബി എനി ബാങ്കിങ് ട്രാൻസാക്ഷൻ ഓൺ മൊബൈൽ ഫോൺ. ഇത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത തീരുമാനമാണ്. അവിടെയാണ് ഇതെല്ലാം എല്ലാവർക്കും ഫോൺ വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. സാറിൻ്റെ ഞങ്ങളൊരു പുതിയ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ കാർഡ് സാറിന് വേണമെങ്കിൽ സാറിൻ്റെ അവസാനത്തെ പഴയ കാർഡിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് നമ്പർ ഒന്ന് പറഞ്ഞാൽ സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിപ്പിക്കാം. അത് തട്ടിപ്പാണ്. നോ ബാങ്ക് വിൽ ഡു എനി ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ വിത്ത് എനി വൺ. നമ്പർ 1. നമ്പർ 2, RBI പറയുന്നത് 12% കൂടുതൽ ആരും പലിശ തന്നാണെങ്കിൽ അത് തട്ടിപ്പാണ്. കോപ്പറേറ്റീവ് ബാങ്കിൽ എത്രയാണ് സാർ? 12% നിൽക്കുന്നുണ്ടോ? 16%, 20% വരെ ഇല്ലേ? ഓപ്പണായിട്ട് ദേ ആർ ഡൂയിങ് എ റോങ് തിങ്. ആർക്കും തടയാതെ ധൈര്യമുണ്ട് ഇവിടെ. അയ്യോ എൻ്റെ പൈസ പോയി പറഞ്ഞിട്ട് ഞങ്ങളിത് പുറകിൽ നടക്കുന്നു. വല്ല കാര്യം ഞങ്ങൾ എവിടെ നിന്ന് പൈസ കൊണ്ടുവരും? They will never get their money. ഈ കാര്യം അവർ ശ്രദ്ധിച്ചില്ലെങ്കിലും സർ, somebody has to tell 12%-ൻ്റെ ശേഷം നിങ്ങൾ പൈസ പലിശന് വേണ്ടി തന്നാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി, പൈസ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും. നമ്മളൊരു പറഞ്ഞു നോക്കാം. ആഫ്റ്റർ ദാറ്റ് ഹീ കാനോട്ട് സേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. 3rd ഈസ് ആളുകളോട് പറയണം, അവരുടെ ആര് ചോദിച്ചാലും അവരുടെ പാസ്വേഡ് പറയാൻ പാടില്ല. അടുത്തത്, എല്ലാ 15 ദിവസത്തിൽ പാസ്വേഡ് മാറ്റണം. എല്ലാ ആഴ്ച മാറ്റാൻ വേണ്ടിയാണ്, പക്ഷേ അത്രയും ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്തത്, പാസ്വേഡ് എത്രയോ ഡിഫിക്കൾട്ട് ആക്കിയാൽ കൊള്ളാം. ഹൈഫൻ, കോമ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട്, പിന്നെ വേർഡ്സ്, ലെറ്റേഴ്സ് നീളം കുറിച്ച് 15, ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദൻ 15 words. You have to use a letter, word and signs also. അത്രത്തോളം നമ്മുടെ പാസ്വേഡ് മോഷ്ടിക്കാനുള്ള സാധ്യത കുറയുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കറിയാം തങ്ങളെ ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡിൽ പിടിക്കാൻ ഒരേ ആൾക്ക് മാത്രമേ താങ്കൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ? Can anybody give me an answer? ആ ആൾ ആരാണ്? സർ, ഹൂ ഷുഡ് ബി ദാറ്റ് പേഴ്സൺ? അവിടെ സാറിന് ഇന്ന് ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡിൽ സാറിന് എവരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട്. സാർ പ്ലീസ് ഞങ്ങളുടെ കൂടെ വരണം.
സാധ്യതപരമായിട്ട് ഒരു കേസ്. ഇത് പറയാനുള്ള അവകാശം ഒരേ ആളൊക്കെയാണ്. അത് ആരാണ്? ആര്? ലോക്കൽ പോലീസ്. സാധ്യത മറുപടി കറക്റ്റാണ്. പക്ഷെ പകുതി എരിപടി EOWJ ഒരു അവകാശമില്ലാന്ന് ഞാനിപ്പോൾ പറയാം. ഇഡിയോ ഇപ്പോഴല്ലേ വന്നത്, 1-2 വർഷം മുമ്പ്. നമ്മളൊക്കെ ഈ 80 വർഷമായിട്ടൊക്കെ കാര്യങ്ങൾ നമ്മൾ നടന്നു പറന്നു. എന്നിട്ടും EDക്ക് ഇല്ല. എന്താ പറയുക? ഇൻകം ടാക്സ് കാലത്ത് ക്രിമിനൽ കേസേ ഇല്ല. They cannot register any criminal case. Anybody? മജിസ്ട്രേറ്റ് ഇല്ല സാർ, കോടതി ഇല്ല, അത് പറഞ്ഞില്ല. ഇതൊക്കെയാണ് നമ്മൾ നാട്ടുകാരോട് പറയേണ്ടത്. അത് നമ്മൾ പറയാനില്ല. പിന്നെ നമ്മൾ തത്വം പറഞ്ഞ് നടക്കുന്നു. സാർ കുറേ വാക്കുകൾ കേട്ടുമ്പോൾ ഞാൻ പേടിച്ചു പോയി. ചൂഷണാത്മകമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പാവം നാട്ടുകാർ കരയെന്നേ ഉള്ളൂ സാർ. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ചൂഷണാത്മക ഒരു സാർ ഉപയോഗിച്ചു. അയ്യോ, നാട്ടുകാരെ സാറ് പേടിപ്പിക്കുകയാണ്. അല്ല, ഇറ്റ്സ് എ ജോക്ക്. ലോക്കൽ പോലീസ് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തുള്ള സബ് ഇൻസ്പെക്ടറിന് മാത്രമേ ഉള്ളൂ തങ്ങളെ ഈ ഡിജിറ്റൽ അറസ്റ്റിലോ ഒക്കെ ഫോണിലോ ഒക്കെ ഇത് പറഞ്ഞിട്ടല്ലോ. ഓൺലി ഹീ ഹാസ് ദ റൈറ്റ്, ദ ലോക്കൽ SI വേർ യു ആർ സ്റ്റേയിങ്, ഓൺലി ഹീ ഹാസ് ദ പവർ ടു അറസ്റ്റ് എനി ഓഫ് us ഓൺ എ ഫൈനാൻഷ്യൽ ഫ്രോഡ്. ഈ കാര്യം എത്ര ആൾക്ക് അറിയാമായിരുന്നു? ലോക്കൽ പോലീസ് മാത്രമല്ല സാർ. ഇവിടെ ഇത് നടക്കാവ് പോലീസ് സ്റ്റേഷനാണോ എന്നറിയില്ല. ഇത് കസ്ബായിരിക്കും അല്ലേ? ഇത് കസ്ബാണെങ്കിൽ നടക്കാവ് SIക്ക് ഇവിടെ താമസിക്കുന്ന ആളത് വന്നിട്ട് പിടിക്കാൻ പറ്റൂല. പിന്നെ ക്രൈം ബ്രാഞ്ച് EOW ആരൊക്കെ പറഞ്ഞു ഇത് ഈ കേസ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള കേസ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കൊണ്ട് ക്രൈം ബ്രാഞ്ചിൽ പോയാൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ടാവും. ദാറ്റ് ദിസ് കേസ് ഈസ് നൗ ബീങ് ഷിഫ്റ്റഡ് ടു കാലിക്കറ്റ് ക്രൈം ബ്രാഞ്ച്. അതിന് ശേഷമേ ഉള്ളൂ ആ ആൾക്ക് താങ്കളെ ഓഫീസിലേക്ക് വിളിക്കാനുള്ള അവകാശം. EDOക്ക് രംഗത്തിൽ വരൂല്ല സർ. EDOക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തോ ഒരു ഉണ്ടായ തട്ടിപ്പിൻ്റെ കേസ് മാത്രമേ ED നോക്കുകയുള്ളൂ. ഒരു സാർ 10,000 രൂപ ആരെ കൊണ്ട് എടുത്തു, 20,000 രൂപ സാർ ആ പൈസ തിരിച്ചു തരുന്നില്ലാതെ EDൻ്റെ അവകാശം അവിടെ ഇല്ല. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ 20,000 രൂപ നിങ്ങൾ കൊടുത്തില്ലാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭീഷണിയായിട്ട് മാറുന്നുണ്ടോ? ഇല്ലല്ലോ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ്കാർ CBIയിൽ നിന്ന് വിളിക്കുന്നു. ഇവിടെ വരെ ഉള്ളൂ യൂണിഫോം, താഴെ ചിലപ്പോൾ പാൻറ്റ് പോലും ഇല്ല, ചിലപ്പോൾ അണ്ടർവിയർ മാത്രമായിരിക്കും. ഒരു തൊപ്പി വെച്ചിട്ട് നാട്ടുകാരെ അവർ പീഡിപ്പിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ നാട്ടുകാരോട് പറയേണ്ടത്, nobody can arrest them. Nobody has the authority to call them on for financial fraud or anything except the sub-inspector. അതും സബ്-ഇൻസ്പെക്ടർ തങ്ങൾ അങ്ങോട്ട് വരാൻ പറയും. ഇവിടെ ഒരു കാര്യമുണ്ട്, ഒന്ന് വരണം. പിന്നെ മുഖാമുഖം പറയും. ആദ്യത്തെ ദി പീപ്പിൾ ഹാവ് ടു നോ ദിസ്. പിന്നെയാണ് അപ്പോൾ ഈ കാര്യം അറിഞ്ഞ ശേഷം പിന്നെ ഡിജിറ്റൽ അറസ്റ്റ് കൊണ്ട് പിന്നെ ആരെ കൊണ്ട് ഭയക്കേണ്ട? എത്ര കോടികൾ രൂപ പോയി ആളുകളിൽ. കേരളത്തിലാണ് ഡിജിറ്റൽ അറസ്റ്റ്. പിന്നെ ഈ സാക്ഷരത, വാട്ട് ഈസ് ദ യൂസ്? വയസ്സായ ആളുകൾ, അറിയപ്പെടുന്ന ഗുഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നത്. സ്പെഷ്യലി വുമൻ. അവരെ എന്തിനു പേടിക്കുന്നത്? ഇഫ് ദേ ന്യൂ ദാറ്റ് ടു മീ ദിസ് കൈൻഡ് ഓഫ് ക്വയറി ക്യാൻ ബി മെയ്ഡ് ബൈ ഓൺലി ദ ലോക്കൽ സബ് ഇൻസ്പെക്ടർ. അവർ വിളിച്ചാൽ അവരോട് പറഞ്ഞ് താൻ പോടോ അവിടെ നിന്ന്. ആൻഡ് ദെൻ യു ഡിലീറ്റ് ദ നമ്പർ. ആദ്യമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്പർ കേട്ട് ശരി പിന്നെ വിളിക്കാം. അന്നോം നമ്പർ എടുക്കാതെ ഇരിക്കുക. ഇനി എടുത്തോന്ന് ഇരിക്കട്ടെ,
ഒരു ഇൻഫോർമേഷനും തിരിച്ചു കൊടുക്കേണ്ട, കൂടുതൽ സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യുക. കാരണം മോസ്റ്റ് ഓഫ് ദ കോൾസ് ദേ ആർ മേക്കിംഗ് ഫ്രോം കമ്പ്യൂട്ടർ, നോട്ട് ഫ്രോം ദ ഫോൺ. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറേ കർശനമായ നടപടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ കോൾ അങ്ങനെ താങ്കളുടെ കോൾ വന്നിട്ടുണ്ടോ? കോൾ വന്ന് കാണുമല്ലോ. ആദ്യമായിട്ട് പറയേണ്ടത് എന്താണ് അവർ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ലൈൻ ദേ ആർ യൂസിങ്? ആദ്യ ലൈൻ എന്താണ്? ആദ്യത്തെ ലൈൻ പറയുന്നത് ആ ഫോൺ കട്ട് ചെയ്യരുത്. കാരണം കമ്പ്യൂട്ടറിൽ നിന്ന് വിളിച്ച കോൾ കിട്ടാൻ വലിയ പാട്. ഈ മേ ബി ട്രൈങ് ദാറ്റ് നമ്പർ ഫോർ 1 hour. അതിനുശേഷമാണ് നിങ്ങളുടെ നമ്പർ കിട്ടുക. ഡോണ്ട് കട്ട് ദിസ് ഫോൺ. പിന്നെയാണ് അവർ പറയുന്നത് ഞാൻ CBI ആണ്, ഞാൻ ED ആണ്, എന്താണ് ഇതാണ്, ഞാൻ ഇന്നാണ് വന്നത്. കേരളത്തിൽ എത്ര സാക്ഷരരായ ആളുകൾ ഇന്ന് അറിഞ്ഞിരിക്കണം. that only this kind of question can be asked by the sub-inspector where the case can have been registered. ചിലപ്പോൾ നിങ്ങൾ ഫ്രോഡ് കാസർഗോഡ് നിന്ന് ചെയ്യുമായിരിക്കും, നിങ്ങൾ താമസിക്കുന്നത് കോഴിക്കോടായിരിക്കാം. കാസർഗോഡ് പോലീസിന് താങ്കളോട് ചോദിക്കാനുള്ള അവകാശമില്ല. കാസർഗോഡ് പോലീസ് ക്യാൻ ഓൺലി ആസ്ക് they have to inform to this man who കസ്ബയിൻ്റെ സബ് ഇൻസ്പെക്ടർ വിളിച്ചാലേ നിങ്ങളുടെ വീട് കസ്ബയിൻ്റെ സബ് ഇൻസ്പെക്ടർ വിളിച്ചാലേ ആ കാസർഗോഡ് SI അവിടെ അടുത്ത് ഇരിക്കാനേ ഉള്ളൂ. മെയിൻ ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി ഡൺ ബൈ ദിസ് മാൻ. അറ്റ്ലീസ്റ്റ് ഹി വിൽ ബി പ്രസൻറ്റ് ദെയർ. ഇതൊക്കെയാണ് നമ്മൾ നാട്ടുകാരോടൊക്കെ പറയേണ്ടത്. പറഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. പീപ്പിൾ ഡോണ്ട് നോ എനിത്തിങ്. ഇനിയും ആളുകൾക്ക് അറിയില്ല. താങ്കൾ സൗജന്യമായിട്ട് എയർപോർട്ടിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് കൊണ്ടുപോകാം. ഇതൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കോൾ. നിങ്ങൾ ഇവിടെ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ആളുകൾക്ക്? ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ. പറഞ്ഞിട്ട് ഞാൻ കോൾ കട്ട് ചെയ്യണം. നമുക്ക് സമയമില്ല അവരോട് തർക്കിക്കാനോ പോലീസിന് പറയാനോ എനിക്ക് സമയമില്ല. ഞാൻ പിന്നെ ഇയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു, പിന്നെ ഡിലീറ്റ് ചെയ്യുന്നു. തീർന്നു. നൗ വി കനോട്ട് കോൾ യു അഗൈൻ. പിന്നെ ഒരു കുട്ടി എന്നെ വിളിച്ചു ഒരു ദിവസം, ഭയങ്കര കരച്ചിൽ. സാർ എനിക്ക് വേണ്ടി എൻ്റെ അങ്കിൾ ചില ഹോംവർക്ക് അവർ ചെയ്യുന്നുണ്ട്. ആരുടെ ബന്ധു അവിടെ ഇംഗ്ലണ്ടിലുണ്ട്, സം ഹോംവർക്ക് ദേ ഡു. നിങ്ങളുടെ വേണ്ടി ആ അങ്കിൾ ഒരു തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു പട്ടി അയച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പട്ടിയെടുക്കാൻ വരണം. കുട്ടി വിശ്വസിച്ചിട്ട് പട്ടിയെടുക്കാൻ പോയി. അങ്ങനെ പട്ടിയൊന്നും വന്നില്ല. അങ്ങനെ ഈ നമ്മുടെ പട്ടികൾ അന്ന് 5 വർഷം മുമ്പുള്ള കാര്യമാണ്. പട്ടികളെ യാത്ര ചെയ്യാനുള്ള അനുവാദം പോലും ഇല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു അവിടെ ജോലി ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടർ എന്നെ കൊണ്ട് പൈസ ചോദിക്കുന്നുണ്ട്. 5000 രൂപ ഒന്ന് വീണ്ടും വാങ്ങിക്കണം. 3000 രൂപ പട്ടീൻ്റെ വിലയാണ്, അത് വാങ്ങിക്കണം. ഇപ്പോൾ എയർപോർട്ട് പോലീസുകാർ കൂടുതൽ പൈസ ചോദിക്കുന്നു. അങ്ങനെ ഈ കുട്ടി 30,000 രൂപ വരെ കൊടുത്ത ശേഷമാണ് കുട്ടീൻ്റെ അമ്മ കുട്ടി എന്നെ വിളിച്ചു. എൻ്റെ അമ്മാവും ലൈനിൽ വന്നു. 30,000 രൂപ സാർ ഞാനാണ് കൊടുത്തത്, അച്ഛൻ അറിയാനില്ല, അച്ഛൻ അറിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളിനെ തള്ളും. സാർ ഇപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളത് പറഞ്ഞ കാര്യം അതൊരു തട്ടിപ്പാണ്. ഏതായാലും 3000 രൂപ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ മോളിലെ ഒരു പട്ടിയല്ലേ വേണ്ടത്. ആ പൈസ പോയ കാര്യം ഇപ്പോൾ ഭർത്താവിനോട് പറയാൻ പോകണ്ട. ഒരു പട്ടി ഞാൻ നിന്നെ വാങ്ങിത്തരാം. ഞാൻ ഒരു പട്ടി എവിടെ നിന്നോ എടുത്തിട്ട് സംഘടിപ്പിച്ചിട്ട് എൻ്റെ പൈസ കൊണ്ട് പട്ടിയെ കൊടുത്തിട്ടാണ് പറഞ്ഞു വിട്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചറാ അമ്മ, എന്നിട്ടും പൈസ കൊടുത്തു പോയി. പീപ്പിൾ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാർ ഒന്ന് പറഞ്ഞാൽ. പിന്നെ സാർ ഒരു നമ്പറുണ്ട്, ഒരു ഇനിയും താങ്കൾക്ക് അറിയാവുന്ന ആൾക്ക് ഒരു തട്ടിപ്പ് നടന്നത്. അപ്പോൾ തന്നെ 1930. ദിസ് ഈസ് എ നാഷണൽ നമ്പർ. എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുത്ത നമ്പറാണ്. 1930 നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നെ പോലീസിനോടൊക്കെ പിന്നെ പറഞ്ഞു. ആദ്യത്തെ പറയേണ്ടത് ഒരു ആപ്ലിക്കേഷൻ അവിടെ പോയാൽ സോ ദാറ്റ് ദേ ക്യാൻ ബ്ലോക്ക് ദ മണി. നിങ്ങളുടെ അക്കൗണ്ടിന് പൈസ ഇപ്പോൾ പോയേ ഉള്ളൂ. പിന്നെ അടുത്ത ബാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നമ്പറിൽ നിന്ന് പറഞ്ഞാൽ ആ പൈസ അവർ തടയും. നിങ്ങൾ 2 മണിക്കൂർ 1 മണിക്കൂർ പോലെ നിങ്ങൾ താമസമുണ്ടാക്കിയാൽ
പിന്നെ പൈസ ഇങ്ങനെ പോവല്ലേ. സോ മേക്ക് എ കംപ്ലൈൻറ്റ് വിതിൻ 10 minutes at 1930. ഇതൊക്കെ പറയണം. ഇത് സാർ ആരോട് പറയിപ്പിക്കണം സാർ ഇത്. പിന്നെ അടുത്തത് ഡിജിറ്റൽ അറസ്റ്റ്, ഫോൺ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ FIR 1930. ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാർ. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ പാടുപെട്ടിട്ട് നമ്മുടെ സമ്പാദിച്ചിട്ട് പൈസ നമ്മൾ തട്ടിപ്പുകാരോട് കൊണ്ട് നമ്മൾ പൈസ നമ്മൾ കളയുന്നു. അതോ പ്രൊസീജിയർ അറിയില്ല അതിൻ്റെ പേരിലാണെങ്കിൽ അത് കേരളത്തിന് വേണ്ടി അത് നല്ലതല്ല. I can understand in Rajasthan, UP, Bihar, Jharkhand, okay, but not here. Everybody is educated. അവർ മനഃപൂർവ്വം പൈസ അവരുടെ ബ്ലാക്ക് മണി നമ്മൾ വെളുപ്പിക്കാനാണെങ്കിൽ അതോ ദാറ്റ് ഈസ് ദെയർ പ്രോബ്ലം. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദേ നോ ദേ ആർ ഡൂയിങ് എ റോങ് തിങ്. ചിലപ്പോൾ പൈസ പോയാലും അവർ പരാതിയില്ല. ഈ ഇത്രയും നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റ് കൊണ്ട് പോയ പൈസേൻ്റെ ആളുകൾ അധികം ഞാൻ മനസ്സിലാക്കുന്നത് 50% ആളുകൾ പരാതിപ്പെടുത്തിയിട്ടില്ല. ബിക്കോസ് ദ മണി വാസ് ബ്ലാക്ക്. അത് അറിഞ്ഞോ? ഇത് ഏറ്റവും കൂടുതൽ പൈസ ഇതിന് ചിലവാക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഡോക്ടേഴ്സ്, ലോയേഴ്സ്. അവർക്ക് കയ്യിലേ ഉള്ളൂ പൈസ. സുപ്രീം കോടതിയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും മുഖ്യമായ 5 വക്കീൽമാർ ഒരു ദിവസത്തിൽ സമ്പാദിക്കുന്നത് എത്ര പൈസ ആണെന്ന് അറിയാമോ? ഇത് ഞാനല്ല പറയുന്നത്. KK വേണുഗോപാൽ സാറിൻ്റെ KK വേണുഗോപാൽക്ക് ഗാംഗുലി സാർ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാംഗുലി സാർക്ക് വേണ്ടി സംസാരിച്ച ഒരു സ്പീച്ചുണ്ട്. അത് കേട്ടാൽ മതി, യൂട്യൂബിലും ഉണ്ട്. 50 lakhs a day. ഒരു കേസിൽ ഹാജരാക്കാനാണ് 20 ലക്ഷം രൂപ. 2 കേസിൽ ഹാജരായാൽ മതി. അടുത്ത പ്രാവശ്യം ഈ കേസിൽ ഡേറ്റ് വരുമ്പോൾ അതിന് വേറെ വക്കീൽ ഇവിടെ ആരും ഉണ്ടോ? എന്നോട് കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. KK വേണുഗോപാൽ സാർ എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. യു ക്യാൻ സീ, യു ക്യാൻ ഹിയർ. അവർ കേസ് വാദിക്കുന്നതിന് സുപ്രീം കോടതി ജഡ്ജിൻ്റെ ശമ്പളം 2,50,000 എങ്ങനെ കൊണ്ട്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഡോക്ടേഴ്സ് എത്ര കിട്ടിയാലും ചില ഡോക്ടേഴ്സിന് ഒരു ദിവസത്തിൽ ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് മരിച്ചുപോയി അറ്റ് ദി ഏജ് ഓഫ് 41. എവറി ഡേ ഹി വിൽ ഡു 100 ഓപ്പറേഷൻസ്. ചെയ്യാൻ പറ്റുമോ? മരിച്ചു. അവരുടെ കയ്യിലല്ലേ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആ പൈസ അവരെ കൂടുതൽ നമ്മൾ വെളുപ്പിക്കാൻ പോകുമ്പോൾ പൈസ പോവുകയാണെങ്കിൽ ദേ വിൽ നെവർ മേക്ക് എനി കംപ്ലൈൻറ്റ് ഓൾസോ. ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. അപ്പോൾ ഇതിനകത്ത് സത്യസന്ധനായ ആൾ ആരാണ്, മോശമായ ആൾ ആരാണ് തിരിച്ച് മനസ്സിലാക്കാൻ വലിയ പ്രശ്നം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നാട്ടുകാർക്ക് ഒന്നും അറിയില്ല. ദേ ആർ ബീങ് ഡീഫ്രോഡഡ് എവറി ഡേ. 50,000 ഓൺലൈൻ കേസസ് കേരള പോലീസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. സൈബർ ഫ്രോഡ് ഓൺലൈൻ 20,000 FIR കേരള പോലീസ് അന്വേഷിക്കുന്നു. $160 billion ഇന്ത്യ രാജ്യം ഇതിനകത്ത് ഒരു വർഷത്തിൽ മാത്രമാണ് കളഞ്ഞു പോയത്. ഒന്ന് ആലോചിച്ചു. $160 billion. ഇതിന് കേരളത്തിൻ്റെ ഭാഗം അത്രയും കൂടുതലില്ലെങ്കിലും ഒരു ഏകദേശം $20 billion കേരളം നിന്നും പോയിട്ടുണ്ടെന്ന് സംശയമൊന്നും വേണ്ട. ഇത് തടയണമെങ്കിൽ ആദ്യത്തെ നമുക്ക് വേണ്ടത് നാട്ടുകാരെ ഇക്കാര്യങ്ങൾ അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനു വേണ്ടി വേണം ഒരു മൂവ്മെൻറ്റ് തുടങ്ങാൻ. ഏതായാലും സാർമാർ എന്നെ അവിടെ വിളിച്ച് ഈ പ്രൊഫഷണൽ സബ്ജക്റ്റിൽ സംബന്ധിച്ച് സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ പോലീസിൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ എനിക്ക് പറയാൻ സാധിച്ചു. ഈ നാഷണൽ സെമിനാർ നന്നായി വരട്ടെ. ഇതുകൊണ്ട് നാട്ടുകാരുടെ ഒരു ഗുണമുണ്ടാവട്ടെ. അത് വിശ്വാസം കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.